ഓക്കെ. അപ്പൊ ഇതിൽ നമ്മൾ എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ ഇതിന്റെ പ്രഷർ, അതായത് ഇതിന്റെ പ്രഷർ എന്ന് വെച്ചാൽ ഇങ്ങനെ ഇതിന്റെ സെന്ററിൽ ഇതെന്ന് പറഞ്ഞാൽ ഡിഫറൻഷ്യൽ മാനോമീറ്റർ ആണ്. അതായത് രണ്ട് സൈഡും പ്രഷർ കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ സെന്ററിൽ നിന്ന് ഇങ്ങനെ വരച്ചിട്ട് ഈ ലെഫ്റ്റ് ലിമ്പിൽ നമ്മൾ എങ്ങനെ എഴുതും, പി എ പ്രഷർ എ ഒ ജി എച്ച് ഓഫ് എത്രയാണ്, ഡോട്ടർ ലൈൻസിന്റെ ഇത് എത്രയാണ്, 5 സെന്റിമീറ്റർ അല്ലെ, എച്ച് ഈസ് ഈക്വൽ ടു Yes. 5 സെന്റിമീറ്റർ പ്ലസ് റോ ജി എച്ച് ഓഫ് എച്ച്, ഇവിടെ എച്ച് തന്നിട്ടില്ല, അതുകൊണ്ട് റോ ജി എച്ച് ഓഫ് എച്ച് ഈസ് ഈക്വൽ എച്ച്, ദാറ്റ് ഈസ് Yes. ഈക്വൽ ടു റൈറ്റ് സൈഡ് ലിമ്പിൽ പി ബി പ്രഷർ ബി വി പ്ലസ് റോ ജി എച്ച് ഓഫ് എച്ചിന്റെ വാല്യൂ എത്രയാണ്, ഹൈറ്റ് എത്രയാണ്, ബി ഗ്രൗണ്ട് വരെയുള്ള ഹൈറ്റ് എത്രയാണ്, 2 + h അല്ലേ എച്ചിന്റെ വാല്യൂ. Yes. Yes, sir. അപ്പൊ ഇതിന് പ്രഷർ പി എ ആൻഡ് പി ബി തന്നിട്ടുണ്ട്. പി എയുടെ പ്രഷറിന്റെ പി എ എന്ന് പറഞ്ഞാൽ 1 കിലോഗ്രാം ഫോഴ്സ് പെർ സെന്റിമീറ്റർ സ്ക്വയർ ആണ്. അപ്പൊ പ്രഷറിന്റെ വാല്യൂ 1 ഇൻറ്റു കിലോഗ്രാം ഫോഴ്സിന്റെ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ഇൻറ്റു 9.81 ആണ്. അപ്പോൾ 1 ഇൻറ്റു 9.81 പ്ലസ് അതാണ് പ്രഷറിന്റെ വാല്യൂ ഇൻറ്റു റോ. Yes. റോ എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ഗ്രാവിറ്റി 1.5 തന്നിട്ട്, ഇപ്പോൾ 1.5 ഇൻറ്റു 1000 ഇൻറ്റു ജി 9.81 ഇൻറ്റു എച്ചിന്റെ വാല്യൂ 0.05 Yes. പ്ലസ് അടുത്ത റോ ജി എച്ച് എത്രയാണ്, അതിന്റെ രണ്ടാമത്തെ റോ 2 തന്നിട്ടുള്ളത് S2ന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇടയ്ക്കുള്ള വാല്യൂ 13.6 ആണ് ഡെൻസിറ്റി, ഇതിന്റെ ഇടയ്ക്കുള്ള പിങ്ക് കളർ. അപ്പൊ 13.6 ഇൻറ്റു 1000 ഇൻറ്റു ജി 9.81 ഇൻറ്റു എച്ചിന്റെ വാല്യൂ അറിയത്തില്ല, അപ്പൊ എച്ച് തന്നെ കൊടുക്കുക. ഓക്കെ, Yes. ഈക്വൽ ടു പി ബിയുടെ വാല്യൂ തന്നിട്ടുണ്ട് എത്ര, 1.8 കിലോ, അപ്പോൾ 1.8 ഇൻറ്റു 9.81 ഇടുക. ഓക്കെ, ഇൻറ്റു Yes. അത് പ്ലസ് റോ ഡെൻസിറ്റി ഓഫ് ദ സ്പെസിഫിക് ഗ്രാവിറ്റി സെക്കൻഡ് 0.9 ആണ്. അപ്പോൾ 0.9 ഇൻറ്റു 1000 ഇൻറ്റു ജി 9.81 ഇൻറ്റു എച്ച് എത്രയാണ്, 2 + h. ഓക്കെ, Yes. 2 + h ആണ്. അപ്പൊ ഇതിൽ നമുക്ക് എച്ചിന് പകരം തന്നെ എക്സ് ഇട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, എച്ചിന്റെ വാല്യൂ കിട്ടും. അത്രേ ഉള്ളൂ സംഭവം. Yes. ഓക്കെ അല്ലേ? Yes.